അമ്മ അമ്മ എന്താ അമ്മ ഇങ്ങനെ ഇങ്ങനെ അമ്മ ചുമ്മാ അച്ഛനായിട്ട് അടി ഉണ്ടാക്കുന്ന എപ്പോഴും. നിന്റെ അച്ഛന്റെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ട്. അച്ഛന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിഞ്ഞൂടെ? നിനക്ക് നിന്റെ അച്ഛന്റെ സ്വഭാവം അറിയോ? അറിയാം. എന്നാ നീ പോയിട്ട് ഉപദേശിക്ക്. അമ്മ അച്ഛനെ ഉപദേശിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് എന്തിനാ എങ്ങനെ എനർജി വേസ്റ്റ് ചെയ്യുന്ന എപ്പോഴും? എന്നാ പിന്നെ നീ എന്നെ ഉപദേശിക്കാനും വരണ്ട. അമ്മ നമ്മൾ പെണ്ണുങ്ങൾ വേണ്ട ഇതൊക്കെ വന്ന് അറിഞ്ഞ് ക്ഷമിക്കാൻ. അപ്പൊ നീ പെണ്ണാണോ? ഞാൻ പെണ്ണാന്നല്ല പറഞ്ഞത്, ഞാൻ അമ്മയെ പറ്റി പറഞ്ഞപ്പോ തന്നെ അങ്ങനെ ആയിപ്പോയതാണ്. എന്നാ പിന്നെ നീ എന്നെ അധികം അങ്ങ് ഉപദേശിക്കണ്ട. അമ്മ ഒന്ന് ക്ഷമിക്കമ്മ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് പെണ്ണുങ്ങളെല്ലാം സഹിക്കണം എന്നാ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത്. എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത്. നീ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചില്ല. നീ എന്നാ ഒന്നും ഉദ്ദേശിക്കണ്ട. തന്തേ കൊള്ളാം ഇങ്ങനെയാണോ? അവൻ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. പോയിട്ട് നിന്റെ അച്ഛനെ നന്നാക്കടാ. അങ്ങനെയാണ് ഇതൊക്കെ എനിക്ക് അച്ഛനോട് മാത്രമേ പറഞ്ഞാ പോരെ? അച്ഛന്റെ തലയൊന്നും കേറൂല്ല പൊന്നമ്മ. അന്ന് അമ്മയൊന്ന് മനസ്സിലാക്ക്. ഞാൻ ഇത്ര എഫേർട്ട് ഇടുമ്പോ അമ്മ ലിപ്സ്റ്റിക് ഇടുന്ന എന്താടാ എനിക്ക് ഒരുങ്ങിയൊന്നും നടക്കണ്ടേ? ഒരുങ്ങിയൊക്കെ നടന്നു എന്റെ സുന്ദരിമണി. അമ്മ മനസ്സ് വെച്ചാൽ വീട്ടിലെ വിഷയമൊക്കെ തീരും. അന്ന് അമ്മക്കൊന്ന് മനസ്സ് വെച്ചൂടാ. അങ്ങനെ പഠിച്ചു വെക്കൂല എന്റെ ചാക്കൂട് പൊന്നു മോനെ. നിന്റെ അച്ഛനെക്കാട്ടി ബുദ്ധിയുണ്ട് എനിക്ക്. അതെനിക്കറിയാൻ ബുദ്ധിയുണ്ടെന്ന്. അതല്ല ഞാൻ വന്ന് അമ്മയുടെ അടുത്ത് കാര്യം അവതരിപ്പിച്ചേ. കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടെ. വേണ്ട, നല്ല സ്റ്റൈൽ ഉണ്ടോ? അച്ഛൻ ഇപ്പൊ ആഘോഷിച്ചോണ്ടിരിക്കുവായിരിക്കും ഇങ്ങനെ അടി കേട്ടോ. അതോർത്തോ? എന്ന് പറഞ്ഞാലും അതിന് ഒരു കോംപ്രമൈസ്. ഒന്ന് ക്ഷമിച്ചു കൊടുത്തിട്ട് എന്താ ഗാന്ധിജി എന്നാ പറഞ്ഞേക്കുന്നേ? ഇവരടിച്ച ഇവിടം കൂടെ കാണിച്ചു കൊടുക്കാം. അതല്ലേ മണി എനിക്ക്. ഇപ്പൊ നീ ഇവിടെ അടിച്ച ഇവിടെ കാണിച്ചു കൊടുക്കാൻ രണ്ടെണ്ണം ഞാൻ തിരിച്ചടിക്കും. അതിപ്പോ വേണമെന്നുണ്ടോ? അങ്ങനെ തന്നെയോ? അതൊക്കെ പണ്ട് കാലത്തായി പോയടാ. ഇപ്പൊ നമ്മൾ അങ്ങനെയൊക്കെയാ ജീവിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ സന്തുലനം. എന്നോട് ഫൈറ്റ് ചെയ്യാൻ അതാ ഞാൻ ഫൈറ്റ് അങ്ങോട്ട് തിരിച്ചു ചെയ്യും. അത്ര തന്നെ. എനിക്ക് അങ്ങനെ സമാധാനം ഒന്നും വേണ്ട. ഒരു കുടുംബത്തിന്റെ സന്തുലനാവസ്ഥ മനസ്സിലാക്കി നമ്മൾ വേണ്ടേ മുന്നോട്ട് പോവാൻ. അമ്മയെ കണ്ടല്ലേ അവളമാര് പഠിക്കുന്നേ. ഇനി നാളെ അവളമാർ ഇവിടെ വന്നാൽ അടി ഉണ്ടാക്കി ഭർത്താവിന്റെ വീട്ടിൽ നിന്ന്. ഞാൻ നല്ല ഡീസന്റിൽ ഇനി ഇവിടെ ജീവിക്കുന്നത്. ഉറപ്പാണേ? വേണ്ടല്ലോ, ഞാൻ പറഞ്ഞൊന്നും വരെ വെക്കുന്നില്ല. ഉറപ്പിച്ചു. സഞ്ജു പറഞ്ഞ ഒന്നും അമ്മയ്ക്ക് പുല്ലുവല്ല. ഉറപ്പിച്ചു. അത്രക്ക് മോശമാണോടാ ഞാൻ? മോശമാണെന്നല്ല പറഞ്ഞേ. പിന്നെ അമ്മ ഞാൻ പറഞ്ഞ എന്താ സീരിയസ് ആയിട്ട് എടുക്കാത്ത? ഒന്ന് മനസ്സ് വെക്ക് കേട്ടോ. ഞാൻ ആലോചിക്കാം. ആലോചിക്കാൻ സമയം എന്താ? ഈ ഷെയ്ഡ് കൊള്ളാം. എനിക്ക് മുത്തൊന്നും വേണ്ട. വലിച്ച മുത്തം മനസ്സല്ല എന്റെ മോനല്ലേ. എന്താ നിങ്ങൾ ഇത് എന്ത് പണിയായി കാണിക്കുന്നത്? ഇങ്ങോട്ടെന്നോ ഇറങ്ങിയേ. നീ മനസമാധാനം കൊടുക്കാത്തോണ്ടാണ് എന്റെ ചെറുക്കൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഈ നമ്പർ കൊള്ളാലോ, ഇതങ്ങ് ഇറക്കി നോക്കിയാലോ. എന്നെ വിശ്വാസമില്ലാത്ത ഇവളുടെ ഞാൻ എങ്ങനെ ജീവിക്കുമോ? നീ ഒറ്റ എല്ലാത്തിനും കാരണം. എനിക്കിനി ജീവിക്കണ്ട. അല്ല ഇതിലെങ്ങനെയാ കെട്ടിത്തൂങ്ങി ചാകാൻ പറ്റുന്നത്? ഇതിന്റെ ഒരറ്റ എന്റെ കഴുത്തെ കുരുക്കിട്ടേ ദേ അങ്ങോട്ട് ചാടും. അച്ഛൻ വേണ്ട, അച്ഛൻ ഇറങ്ങച്ചാ. അച്ഛൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരുണ്ട്? നീ എടാ മോനെ, എടാ നീ പോയാലേ ഇവളുമാരെല്ലാം കൂടെ എന്നെ തട്ടിക്കളിച്ച് കൊല്ലുവാടാ. എനിക്കൊന്നും കേക്കണ്ട, എല്ലാം ഇവിടെ അവസാനിക്കും. നിങ്ങൾ എന്നെയും പിള്ളേരും ഒറ്റക്കാക്കി ഇങ്ങനെയൊന്നും ചെയ്യരുതേ. എടാ മോനെ, എന്നെ ഒറ്റക്കാക്കിട്ട് പോവലടാ. അമ്മ മനസ്സാവാൻ ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. അത് ഞാൻ എന്റെ മനസ്സിന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. എന്നെ സങ്കടപ്പെടുത്തിട്ടാണോ നീ നിന്റെ സങ്കടം പറയുന്നത്? എല്ലാത്തിനും കാരണം ഇവിടെ ഒറ്റ. എടാ ഇവളെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലോ? അമ്മ ഇനി എനിക്ക് നിങ്ങൾ സമാനം തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തൂങ്ങും. മോനെ ഞാൻ ഒന്നും ഇനി മിണ്ടൂലടാ. ഇവിടെ ഒന്നും മിണ്ടൂല. ഞാനും. നിങ്ങളിനി മോഹിനീനെ മാത്രല്ല നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും സഹായിച്ചോ. ഞാനിനി ഒന്നും പറയില്ല. അങ്ങനാണെങ്കിൽ കൊള്ളാം. അച്ഛ താഴെ ഇറങ്ങുക, നമുക്ക് പോയി റെസ്റ്റ് എടുക്കാം. ഈ കയറ് പിടി. നീ അടി ഇതിനെല്ലാം കാരണം. മക്കള് ചായ കുടിച്ചോടി? ചായ കുടിച്ചു.
നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി. നിങ്ങക്കിട്ട് ഞാനും വെച്ചിട്ടുണ്ട്. കാണാം. കാണാം. കാണിക്കോളൂ. ഇത്രയൊക്കെ ഒപ്പിച്ചിട്ടോളൂ. കാണിക്കും എന്നെ. അച്ഛാ, ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല അച്ഛാ. നീ ആരടി എന്നെ ഉപദേശിച്ചു? അയ്യോ, അച്ഛനേക്കാളും ഓണം ഉണ്ടെന്നല്ലേ എന്റെ ചേച്ചി എന്തോ പറഞ്ഞത്. മാറിപ്പോയി, തിരിഞ്ഞുപോയി. തിരിയും, അല്ലെങ്കിലേ നീ തലതിരിഞ്ഞ. അപ്പൊ നീ പറയണതും തലതിരിയും. അവള് പറഞ്ഞത് തിരിഞ്ഞു പോയെങ്കിലും അതിനകത്തൊരു വസ്തുതയുണ്ട്. അച്ഛനെ സമാധാനിപ്പിക്കാൻ വന്നാ ഇപ്പൊ ഞാൻ കുറ്റക്കാരിയായില്ലേ? എന്നാ അച്ഛന്റെ പുന്നാര മോളോട് വർത്താനം പറഞ്ഞിരുന്നോ? എന്നോട് മിണ്ടണ്ട. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്തിനാ അച്ഛനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? അത് ശരി, അമ്മയുടെ ശല്യം കാരണം അച്ഛൻ കെട്ടിത്തൂങ്ങാൻ പോയത്. അത് ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞില്ലേ? ആ, പിന്നെയും തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. കുടിക്കാൻ ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കട്ടെ? നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ല, അച്ഛന് മാത്രം. എടുക്കട്ടെ? എന്ത് ജ്യൂസാ? അത് കിച്ചണിൽ പോയി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും ഉണ്ടാവും ഫ്രൂട്ട്സ്. എന്നാ എടുത്തോ. ഞങ്ങൾക്കും കൂടി 2 ഗ്ലാസ്. ഇല്ല, നിങ്ങൾക്കില്ല, അച്ഛന് മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛനെ ശല്യം ചെയ്യാൻ പാടില്ല. ആ, നിങ്ങൾ റെസ്റ്റ് എടുത്തോ. അച്ഛാ, അച്ഛൻ ലോട്ടറി അടിച്ച പോലെയാണല്ലോ അത്. നല്ല ഭാര്യമാരെ കിട്ടി ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് എന്തിനാ ആത്മഹത്യ ചെയ്യാൻ പോയേ? ഈ ആത്മഹത്യയെ പറ്റി മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. അച്ഛനെ എന്നെ കൊണ്ട് പറയിപ്പിക്കണതല്ലേ? അതൊക്കെ വീട്, അതൊക്കെ കഴിഞ്ഞ കാര്യം. അച്ഛാ, അച്ഛൻ്റെ അടുത്ത് എനിക്ക് വേറൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. കേട്ടല്ല, ഇവളെ പോലെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കണം, അല്ല നിന്നെ പോലെ കെട്ടിത്തൂങ്ങലും ആത്മഹത്യ ഒന്നുമല്ല. എന്താണ് മാക്ക് അറിയേണ്ടത്? ചോദിച്ചോളൂ. അച്ഛാ, ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പോയി കഴിഞ്ഞാൽ അപ്പൊ ഈ വീടിന്റെ ഷെയർ കിട്ടുമോ, അതോ നമ്മൾ കെട്ടുന്ന സമയത്തുള്ളത് മാത്രമേ കിട്ടത്തുള്ളൂ? അതെങ്ങനെയാണ് ഇതിന്റെ കാര്യം? എന്തോ? അതായത് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ ഈ സ്വത്തിന്റെ ഷെയർ ഉണ്ടല്ലോ, അത് അപ്പൊ കിട്ടുമോ, അതോ ഞങ്ങൾക്ക് കെട്ടുന്ന സമയത്ത് കിട്ടുന്നത് മാത്രമേ ഉള്ളോന്ന്? അച്ഛന്റെ പുന്നാര മോളുടെ സീരിയസ് ആയിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം പറ. എനിക്ക് ഈ സ്വത്തെല്ലാം കിട്ടി, നിങ്ങളുടെ കല്യാണവും കഴിഞ്ഞു, ഞാൻ ചാവാറാവുമ്പോ ചിന്തിക്കേണ്ട കാര്യമില്ല. അല്ല, അപ്പൊ തീരുമാനിച്ചാൽ മതിയോ, കുഴപ്പമില്ല. പക്ഷെ അച്ഛൻ ഇപ്പോഴുള്ള ഒരു മെന്റാലിറ്റി ആയതുകൊണ്ടേ. എന്തോട്ട് മെന്റാലിറ്റി? അല്ല, ഈ കെട്ടിത്തൂങ്ങിച്ചാവുന്ന മെന്റാലിറ്റി ഉണ്ടല്ലോ. ഇല്ല, അച്ഛനൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു തീരുമാനത്തിലെത്തണം, എന്നാലേ ഞങ്ങൾ അടി ഉണ്ടാക്കാണ്ട് തീരുമാനത്തിലാവത്തുള്ളൂ. പോയേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാതെ പോയേ. ഞാൻ കാര്യം പറഞ്ഞതല്ലേ? നീ കാര്യം പറയണ്ടേ? പോയേ. എന്റെ അവകാശമാണ് ഞാൻ ചോദിച്ചത്. എന്റെ അച്ഛൻ ചത്താലും വേണ്ടില്ല, സ്വത്തിന്റെ കാര്യം പറയുമ്പോ എല്ലാവർക്കും നല്ല അവകാശബോധമാ. പോയേ. എന്റെ ചാകടോന്ന് ആരും പറഞ്ഞില്ലല്ലോ. പൊടി. നീ ഇതെന്ന് കാണിക്കുക? അല്ല, വല്ല കറ്റോ ബ്ലേഡോ മണ്ണാണി എന്തെങ്കിലും ഉണ്ടോ? കത്യം. രണ്ടിന്റെ വർത്താനം കേട്ടാ ശരിക്കും കെട്ടി തൂങ്ങിച്ചാന്ന് തോന്നുന്നു. അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്യില്ലേട്ടാ. ശരിക്കും നീ കെട്ടി തൂങ്ങി ചാവില്ലേട്ടാ. നിന്നെ കെട്ടി തൂക്കൂടിയാ? അച്ഛ, എന്നാലും ഒരു ധാരണ വേണ്ട നമ്മള് തമ്മിൽ. എന്നെ പ്രാന്ത് പിടിപ്പിക്കരുത്. കയറപ്പുറത്തിരിപ്പുണ്ട്, രണ്ടിനെയും കൂടെ ഒറ്റ കയറിൽ കെട്ടി തൂക്കും. ഇനി ഇവിടെ വർത്താനം പറഞ്ഞോണ്ട് വന്ന എല്ലാ കുടുംബത്തിലും മക്കളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ. ഇത്രയും തലതെറിച്ചെങ്കിൽ ഒരു കുടുംബത്തിലും കാണത്തില്ല. അച്ഛൻ ചത്താലും വേണ്ടില്ല, സ്വത്ത് കിട്ടുന്നതിനെ കുറിച്ചാ ചിന്ത. ഇവിടെ ചാകാൻ ആരെങ്കിലും പറഞ്ഞു? അതെ, നീ ഒക്കെ കൂടെ അല്ലടി എന്നെ ചാകാൻ. പിന്നെ ഞങ്ങക്ക് ഞങ്ങളുടെ ഭാഗം കിട്ടണ്ടേ? പിന്നെ എങ്ങനെ വിശ്വസിച്ച് ഇവിടെ താമസിക്കൂടി? നീയൊക്കെ കൂടെ തന്നെ എന്നെ കൊല്ലുമല്ലോ ഭാഗം കിട്ടാൻ വേണ്ടിട്ട്. അങ്ങനെ ചെയ്യത്തില്ല. കല്യാണം കഴിഞ്ഞ അച്ഛൻ പറ്റിയില്ലെന്ന് എന്തോ ഉറപ്പ്? അച്ഛൻ പറ്റിച്ച് നടക്കുന്ന ആളാണല്ലോ. എല്ലാ ഒരു 5 പവന്റെ മാലയോ ഓളയൊക്കെ ഒന്ന് പറ്റിച്ചാലോ അല്ലേ? 5 പവന്റെ മാല അതുപോലും തരാൻ ഉദ്ദേശമില്ല. നിനക്കൊക്കെ വല്ല വരവേ തരത്തുള്ളൂ, ഗോൾഡ്, റോൾഡ് ഗോൾഡ്. പോണ്ടടി, കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ പോവില്ല. വേണ്ട, ഇവിടെ കിടന്നു. ആക്രാന്തി, അത് തള്ളയുടെ അതേ സ്വഭാവം. ആക്രാന്തം ഞങ്ങൾക്കില്ലല്ലേ? അല്ല, അച്ഛന്റെ തനി സ്വഭാവം. അത് ശരിയാ.
അച്ഛൻ ആരുടെയും മലയൊന്നും പറ്റിച്ചിട്ടില്ല ഇതുവരെ. അച്ഛന് കിട്ടിയത് പോലെ ഊരി കൊടുത്തിട്ടേ ഉള്ളൂ. പറ്റിക്കണ്ട, അച്ഛമ്മയുടെ അടുത്തുനിന്ന് എടുക്കണെങ്കിൽ പൈസ ഒക്കെ മേടിക്കണില്ലേ അല്ലേ? ഹലോ അച്ഛമ്മേ, എൻ്റെ അമ്മയാ, എനിക്ക് അവകാശമുള്ളതാ. അച്ഛൻ ഞങ്ങളുടെ അച്ഛനാ. അതെ, ഞാൻ 5000-10,000 വെച്ച് മേടിക്കാറില്ല, അല്ലാതെ മൊത്തം സ്വത്തം കൊണ്ട് മേടിച്ചിട്ടൊന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണ്ടല്ലോ, അതുകൊണ്ടാ. ഇടക്കിടക്ക് നിങ്ങളും മേടിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നാ മതി. ഞങ്ങൾ മൊത്തം സ്വത്തൊന്നും ചോദിക്കുന്നില്ലേ? നീയൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഉള്ള കാര്യമല്ലേ ആലോചിക്കുന്നത് അല്ലേ? ഞാൻ ആലോചിക്കാം, നിങ്ങളെ കെട്ടിച്ച് വിടണമെന്ന് ആദ്യം ആലോചിക്കും. വീട്ടിലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വീട്ടിലേ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം അല്ലേടി. അതെ, ഞങ്ങളെ നോക്കിക്കും. ഇതിന്ന് പൊക്കോണ്ടിരുന്നോണ്ട് ഇതിപ്പോ എന്തോ പറ്റി പൈപ്പിന്. ആ എന്നെ ചൊറിയാൻ വന്ന വെള്ളമല്ല കാടിവെള്ളം ഞാൻ കൊണ്ടിരിക്കും. പോകറി ഞാനുള്ളതാ പറഞ്ഞ നിന്റെ നല്ല അസ്ഥല് കരിനാക്ക. നിന്റെ വിസ റിജക്ട് ആയതും അപ്പുണ്ണി പഠിക്കാതെ പോയി എക്സാമിന് പോയിട്ടതൊക്കെ എന്റെ നാക്കിന്റെ കുഴപ്പം. നിന്റെ നാക്കിന്റെ കുഴപ്പം തന്നെയാണ്. നീ അച്ഛൻ ചാവാൻ പോണെന്ന് കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ അച്ഛൻ ചാവാൻ പോയത്. അച്ഛൻ ഇങ്ങനെ ഓരോ തോന്നിയ ദിവസം കാണിക്കുന്നത് അതൊക്കെ ഇനി എന്റെ നാക്കിന്റെ വഴക്കൊണ്ട് കേട്ടോ. നിന്റെ കരിനാക്ക് കൊണ്ട് തന്നെയാണ്. അല്ല, എന്റെ കാര്യനാക്കല്ല, അമ്മയുടെ നാക്കിന്റെ ഗുണം കൂടി പോയാണ് അച്ഛൻ ചാവാൻ പോയത്. പിന്നെ അമ്മയുടെ നാക്ക് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതൊന്നുമല്ലല്ലോ, കുറെ നാളായില്ലേ. നീ കരിനാക്കെടുത്ത് വളച്ച് വിത്തിനവസം മരം വീണു, അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ നോക്കി. എന്നാ ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ, എന്റെ കരുനാക്ക് കാരണമാണ് അച്ഛൻ ചാവാൻ പോയെന്ന്. നീ വരപ്പോയി നീ പോയി പോണം. എന്നാലും ഈ ചെരുവ ഞാൻ ഇവിടെ തന്നെയാണല്ലോ വെച്ചത്. കാണുന്നില്ലല്ലോ ദൈവമേ. നീ എന്റെ ചെറുക്കനെ ഇനി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. എന്റെ അമ്മയൊന്ന് പതുക്കെ പറയുന്നത് ഇത് കേട്ടിട്ട് ഇവിടെ അങ്ങനെ മനസ്സ് മാറാൻ വേണ്ടിട്ട്. ഞാൻ പറയൂടി, എന്റെ മോനൊരു ആവശ്യം വന്നാൽ ഞാൻ ഇനിയും പറയും. ദേ അമ്മ വെറുതെ എന്നെ ചൊറിയാൻ നിൽക്കരുതേ. എടേ, പതുക്കെ പറയാൻ അവൻ കേൾക്കുന്നു. ഞാനാണോ പറയാൻ വന്നത്? പിന്നെ ഞാനാണോ? എനിക്ക് എന്റെ വീട്ടിൽ എന്തു പറയാം. നിങ്ങൾക്ക് നിങ്ങളെ മോനെക്കാട്ടി വലുത് വീടാ അല്ലേ? ആ, എന്റെ മോനും വലുതാ, എന്റെ വീടും എനിക്ക് വലുതാ. ആവാരാകും ആവാരാകും ലാ 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 ആവാരാകും. ഇതാണ് അമ്മായിമ്മ മരുമോട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. അത് നമ്മളെ വിലാസിനി ചേച്ചിയില്ലേ, അവരെ കുറിച്ച് നമ്മൾ സംസാരിക്കും. എടാ മോനെ, ആ വിലാസിനയുടെ മോനുണ്ടല്ലോ, അവൻ അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയടാ. ഈ പരദൂഷണം പറച്ചിലൊക്കെ നിർത്തിക്കൂടെ? അയ്യോ, ഇതെങ്ങനെയാ പരദൂഷണാവുന്നത്? ഇത് അമ്മ പറയുന്നത് ഞാൻ കേട്ടു, അത്രയല്ലേ ഉള്ളൂ അല്ലേ? ഓ, മോനും ഇഷ്ടമല്ലെങ്കിൽ ഇതേ ഞങ്ങൾ ഇനി ഒന്നും പറയുന്നൊന്നുമില്ല. മരപ്പെട്ടി മരങ്ങേറ്റം മറക്കോ? നീ ഇനി എന്റെ ചെറുക്കനെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ അറിയാലോ എന്റെ സ്വഭാവം. എന്റെ സ്വഭാവം അറിയാലോ, നന്നായിട്ട് അറിയാം. ആ, അയ്യോ, നേരത്തെ പറഞ്ഞ പഴഞ്ചൊല്ലൊരു തെറ്റുപറ്റി. അതങ്ങനെ ആയിരുന്നില്ല. മരപ്പെട്ടി മരങ്കേറ്റം മറക്കുമെന്നല്ല, അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കുമെന്നാ. നിങ്ങൾക്കിട്ട് കൊട്ടിയതാ. ആ, ഞാൻ അങ്ങ് സഹിച്ചു. സഹിക്കണം, അവരവരെ മകനല്ലേ, സഹിച്ചു. എന്റെ ചെലവ് കാണുന്നില്ല. ഞാൻ എടുത്തോണ്ട് പോയി കളഞ്ഞെന്ന് തോന്നുന്നല്ലോ. കേട്ടാ, ഞാൻ ഇവിടെയാ വെച്ചത്. എനിക്കങ്ങ് സൗകര്യമില്ല. എനിക്ക് കഴിയുന്നില്ല, എനിക്ക് നടുവെല്ലാം വേദന എടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഞാൻ കുനിഞ്ഞിട്ട് വേണം അവിടെ തലയും കുത്തി വീടാൻ. അവിടെ ചിരി കണ്ടില്ല. ഇതിനോട്ട് നീ ചിരിച്ചേപ്പം. അല്ല, തലചുറ്റി എന്താ പറയാ, തലചുറ്റി വീഴുന്നല്ലേ പറഞ്ഞു. തലയും കുത്തി വീഴുന്നു. അപ്പൊ പിന്നെ ഞാൻ തന്നെയല്ലേ എടുക്കണ്ടേന്ന് ആലോചിച്ചിട്ട് ചിരി വന്നതാ. ഓ, ഞാൻ വിചാരിച്ച എന്നെ കളിയാക്കിയാന്ന്. നിങ്ങളെ കളിയാക്കല്ലേ പണി. അത് എടുക്കാൻ എനിക്ക് തേങ്ങ ചെറുകണം. എവിടെയാ വെച്ചത്? ഞാൻ ഇവിടെയാ വെച്ചത്. എവിടെയാ കൊണ്ടുവിട്ടെ? എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് എന്നാടി കൂട്ടാനുണ്ടാക്കുന്നേ? കുനിയാനും കൂടെ വയ്യ. എനിക്കെങ്ങാൻ പറ്റും, വയ്യ. എന്നെ ചീത്ത പറയാൻ നല്ല നാവാന്നല്ലോ. എടി കുഞ്ഞെ, എനിക്ക് വയ്യാഞ്ഞിട്ടാ. അച്ഛാ, ഞാൻ കാണോ അച്ഛൻ രാവിലെ തൂങ്ങി ചാവാൻ പോയത്? നീ എന്നോട് ചാകാൻ പറഞ്ഞ? അച്ഛനോട് ഞാൻ പറഞ്ഞില്ല, പക്ഷെ കൃഷ്ണനോടൊന്ന് പറഞ്ഞായിരുന്നു. നീ എന്തിനാണ് അവളോട് പറഞ്ഞത്? അത് ഞാനും അവളും രാവിലെ ഒന്ന് കൂട്ടിമുട്ടി. അന്നേരം അവൾ എന്നോട് ചോദിക്കുക ചാവാൻ വേണ്ടി പോവാണോ.
സ്വാഭാവികമല്ലേ, ആരാലും ചോദിക്കില്ല. അന്നേരം ഞാൻ അറിയാതൊന്ന് പറഞ്ഞു നിന്റെ അച്ഛനാ ചാവാൻ പോകുന്നത്. കഴുതേ, നിന്റെ അവളുടെയൊക്കെ അച്ഛൻ ഞാൻ തന്നെയല്ലേ? അങ്ങനെ പറയാൻ കൊള്ളാവോ? എന്റെ അവളുടെ അച്ഛനാന്ന് എനിക്ക് അറിയാം. പക്ഷെ ആ മധു കടന്ന് ഇങ്ങനെ പറയുക, എന്റെ ഈ കരുനാക്ക് കാരണം അച്ഛൻ്റെ അടുത്ത് തൂങ്ങിച്ചാൻ പോയി മധു ഇതൊക്കെ കടന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ആ ഇനി കരുനാക്കെന്നൊരു പേരുണ്ടാക്കിയിട്ട് അച്ഛൻ കടന്ന് ചിരിക്കും. ഇതുപോലത്തെ കാര്യങ്ങൾ കേട്ടോ എങ്ങനെയാ ചിരിക്കാതിരിക്കുന്നു? അച്ഛൻ ഈ തൂങ്ങിച്ചാൾ കാരണം എനിക്ക് ഈ പേര് വന്നത്. നിനക്ക് ആപ്പിൾ വേണം? ചീഞ്ഞതാ, നല്ല തിന്നാ. ഈ ആപ്പിൾ എനിക്ക് അയ്യോ വേണ്ട. നീ വന്നേ, എനിക്കൊരു സീക്രട്ട് പറയാനുണ്ട്. എനിക്കൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാനുണ്ട്. അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ഇവിടെ വെച്ച് വേണ്ട. ഇവിടെ വെച്ച് പറഞ്ഞപ്പോ എന്നെ സംഭവിക്കാനേ? എടാ സീക്രട്ട് അല്ലേടാ, മറ്റുള്ളവർ കേൾക്കത്തില്ലേ? അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കും. പുറത്ത് പൊരിഞ്ഞ വെയിലാ. പിന്നെ വെയിൽ കൊണ്ടാ എന്തോ കുഴപ്പം വരാൻ പോണേ? ഞാൻ ടാനായി പോവും. എന്തോന്നായി പോകുന്ന? ടാനായി പോവും. നടക്കാൻ കൊണ്ടു. എന്തോ കാര്യം എന്ന് പറയച്ചാ? ശരി, നീ പറയാനുള്ളത് ആദ്യം പറ. എന്റെ ഈ കരുനാക്ക് കാരണമാണോ അച്ഛൻ രാവിലെ തൂങ്ങിച്ചാൻ പോയത്? അതെനിക്ക് അറിഞ്ഞാൽ മതി. ആര് തൂങ്ങിച്ചാൻ പോയി? അച്ഛൻ. എനിക്ക് പോലെ വട്ടമുണ്ട് ആത്മഹത്യ. പിന്നെ എന്തിനാ ഈ കയറുമായിട്ട് മരത്തിന്റെ മോളിൽ കയറി വന്നത്? എടാ ചെറുക്ക, അവിടെ ഒരു കറിവേപ്പിന്റെ മരം നിപ്പില്ലേ? നിന്റെ അമ്മ പലപ്പോഴും കറിവേപ്പില പറിക്കാൻ എത്തുന്ന കണ്ടിട്ടില്ലേ? പൊക്കം കുറവ് കാരണം എത്തത്തില്ല. എന്നാൽ അതൊന്ന് താത്തി കെട്ടി വെക്കാൻ നിർത്ത് കയറും എടുത്തോണ്ട് പോയതാ. അപ്പൊ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയതൊന്നും അല്ലേ? പണിയില്ലടാ ചെറുക്ക, ആരെങ്കിലും ആത്മഹത്യ ചെയ്യൂ? ഇതൊക്കെ അച്ഛന്റെ നാടകമായിരുന്നല്ലേ? നാടകവും സിനിമയൊന്നും അല്ല. ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടൊരു ഗുണമുണ്ടായെന്ന് അറിയോ? നിന്റെ അമ്മ ഇപ്പൊ എന്നെ ചൊറിയാറുണ്ടോ? നിന്റെ അച്ഛമ്മയെ ചൊറിയാറുണ്ടോ? നിങ്ങളെ ആരെങ്കിലും ചൊറിയാറുണ്ടോ? ഇല്ലല്ലോ. ഒരു സമാധാനം വന്നില്ലേ വീട്ടിനകത്ത്? ഹാപ്പി. അച്ഛന്റെ ബുദ്ധി കൊള്ളാലോ. അത് മാത്രമല്ല, വീട്ടിൽ ഒരു ഫുള്ള് വാങ്ങിച്ചോണ്ട് ഇരുന്ന് അടിച്ചോളാൻ നിന്റെ അമ്മ പെർമിഷൻ തന്നിട്ടുണ്ട്. നിങ്ങളെ കുടിക്കാൻ അവസാനിപ്പിച്ചേരാ. ഇത് ഇവിടുന്ന് പൊട്ടി വീണേ. നിങ്ങളുടെ നാടകം ഉണ്ടല്ലോ, ഞാൻ ഇപ്പൊ നിർത്തിത്തരാം. അച്ഛാ, എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ല അച്ഛാ. അച്ഛാ, അച്ഛൻ ഞാൻ തല്ലി പുറത്താക്കിയില്ലേ? സന്തോഷം. സന്തോഷമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നേരത്തെ പറഞ്ഞ കാര്യം. ഏത് കാര്യം? എനിക്കും ചേച്ചിക്ക് സ്വത്തിൽ അവകാശം ഉണ്ടാവോ എന്നുള്ള കാര്യം. നിന്റെ അവകാശം ഞാൻ തരാടി. നിന്റെ അവകാശം നിനക്ക് ഇതാ നിന്റെ അവകാശം. അയ്യോ, എനിക്ക് വേണ്ട, സ്വത്ത് വേണ്ട. മതിയോ? മതി. മതിയോ? ഉറപ്പിച്ച് പറ. എന്റെ കമ്മല് പോയി. അമ്മല് പോയെങ്കിൽ പോട്ടെ. ചുമ്മാ അമ്മ തല്ലി പുറത്താക്കി. കാണിച്ചു തരാം. അച്ഛനും കിട്ടാൻ മുള്ള സ്വത്ത് പോവാ. ഇതെന്തോ അടി അന്യനാ? ആമാണ്ടാ എന്നെ തൊന്തരവ് പണിട്ടാണ് ഉന്ന എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുവേ. തൊന്തരവ് പണിന്ന് ഞാനില്ല, നീയാണ് എന്നെ പറ്റി കലയച്ചിറക്കുന്നത്. എനിക്കാണ് കരുനാക്ക് കള്ളി. ഞാൻ എന്ത് തൊന്തരവ് പണി? നീ എന്നോട് പറഞ്ഞ എനിക്ക് കരുനാക്കാന്ന്. നിനക്ക് കരുനാക്ക് തന്നെ, നീ പറഞ്ഞൊക്കെ നടക്കാറുണ്ടല്ലോ. എവിടെ നടന്നടി? ആ മരം വീണത് പഞ്ചായത്തുകാർ വേറെ വെട്ടി മാറ്റിയത്. പിന്നെ നമ്മുടെ അച്ഛനെ ആത്മഹത്യയാണെന്ന് പറയാം. അതൊക്കെ ഫുൾ നാടകമായിരുന്നു. നിനക്ക് പാടി കരുനാക്ക് കരുനാക്കി. നീ പോട കരുനാക്ക. അവനല്ല കരുനാക്ക്, ചേച്ചിക്കാ കരുനാക്ക്. നിനക്കത് കരുനാക്ക്. എടാ, ഈ ചേച്ചി കരുനാക്ക് എടുത്ത് വളച്ചത് അച്ഛൻ്റെ എനിക്ക് നല്ലത് കിട്ടിയടാ. കണ്ട അപ്പൊ ഇവക്ക് തന്നെ കരുനാക്ക്. ഇവിടെ വിളിച്ച് ഇവിടെ നിനക്ക് വള്ളി കിട്ടിയല്ലേ? എന്നെയും കിട്ടി വള്ളി. ഇനി മേലെ കരുനാക്ക് വളച്ചത് എന്നെ വല്ല പറഞ്ഞുണ്ടല്ലോ. എനിക്ക് കരുനാക്കൊന്നുമില്ല, നിനക്കാണ് കരുനാക്കി. ഇനി ഞാൻ പറയും, ഇനി ഞാൻ പറയും, ഇനി ഞാൻ പറയും. മര്യാദയ്ക്ക് ആ കരുനാക്ക് പഠിച്ചിറക്കിക്കോ. എവിടേക്ക് പഠിച്ചിറക്കാൻ? ഞാൻ പഠിച്ചൊന്നും ഇറക്കൊന്നുമില്ല. ഇനി നീ ആ കരുനാക്ക് എങ്ങാനും എടുത്ത് എന്റെ മുന്നിൽ വളച്ചാൽ തമിഴ് മോളെ ഉന്നെ കൊന്ന് ഉൻ രക്തത്തെ കുടിച്ച് ഞാൻ ഓങ്കാരം നടന്ന് അങ്ങോട്ട് ആടുകേട്ടാ. അവളുടെ തമിഴും കുറെ മുടിയും കുറെ കഴുനാക്കും. ഇനി മേലെ എന്റെ പള്ളിക്കും അല്ല വള്ളിയായിട്ട് നീ വന്നാണല്ലേ മധു. ചേച്ചിയാന്നുള്ള കാര്യം ഞങ്ങൾ മറക്കും കേട്ടല്ലേ? മറി. അയ്യോ, എന്നെ കൊല്ലണേ.
ചാക്ക നീ പോടാ. നീ പോയി എറിയരുത്. എന്തൊരു നിന്റെ തമിഴൊക്കെ ഇറങ്ങി പോയാ നീ ആരെ ഇറങ്ങി ഇവിടെ ഇറങ്ങി നീ എറിയടി ചൊണയണ്ടി ഇവിടെ എറിയടി പോടാ. നീ എറിയോ എടാ, എടാ, വിട്ടേടാ. ഇത് പ്രാന്താണ്. നിനക്ക് പ്രാന്ത് ഇടിച്ചു കിട്ടി നിന്റെ അയ്യോ, അച്ഛാ, അമ്മ. ഒരു തമിഴ് തമിഴ് തമിഴിയാണോ നീ തമിഴ് വിളി തമിഴ് വിളി കൊയിൽ വിളി കൊയിലാണ്ടി എടി വിളിടി തമിഴ് വിളി തമിഴ് തമിഴ് എടി, ഇവിടെ ഫോൺ എടുത്ത്, അടുത്ത്. പോണില്ല, പോണില്ല. വിട്, വിട്, വിട്. ഇതൊക്കെ ഞാൻ അങ്ങോട്ട് തോട്ടിക്കളയും. ഇതൊക്കെ ഞാൻ- അയ്യോ, എന്റെ face wash. വെക്കണോ അവിടെ, വെക്കണോ അവിടെ. ഞാനിതിപ്പോ ഞാൻ കളയും, ഞാൻ അയ്യോ, കളയും. അതെന്തിയാ? പിന്നെ ഇവളെ എന്നെ എടുത്താടി ദേ ഇതാ. ഇത് എനിക്ക് എവിടെ നിന്ന് കിട്ടി എടാ, അതിന്റെ ഒരു തുള്ളി പോയി ഞാൻ. എടി തമിഴ് തമിഴ് പേസടി എടി നീ തമിഴ് പേസടി എടി ഐ, അച്ഛി, തമിഴ് പേസടി നിന്റെ താഴെ പ്രേതം നേടിയത് എന്താണ്? ഞാൻ വലിയ ശക്തിയില്ല അച്ഛി, പോ. എന്റെ face wash ആടാ. അയ്യോ, കളയരുത്, കളയരുത്, എടാ, കളയരുത്. ചാടി കളിച്ചിരിക്കുന്നു. എനിക്കൊന്നുമില്ല ഇതിന്റെ താറ എന്റെ face പട്ടി. പോടാ, പട്ടി. കൂട്ടുന്നതല്ല, നീ അവനെ കൂട്ടുന്നല്ല. നീ